വിശുദ്ധ ജനോവയിലെ വിശുദ്ധ കാതറിൻ. ഈ വിശുദ്ധയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത് ശുദ്ധീകരണത്തിൽ സ്നേഹത്തിന്റെ തീയുണ്ടെന്ന് പഠിപ്പിച്ച വിശുദ്ധയാണ്. 15-ാം നൂറ്റാണ്ട് ഇറ്റലിയിലെ ജനോവ എന്ന സ്ഥലത്താണ് ഈ വിശുദ്ധ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ പറയുന്നത്, ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിച്ച ശേഷം ബലിയർപ്പണം കഴിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിച്ച സമയത്ത് എന്തുണ്ടായെന്നറിയോ? ഇവിടെ ഹൃദയത്തിൽ ശക്തമായിട്ട് ഒരു തീ കത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇദ്ദേഹം കരയാൻ തുടങ്ങി. എന്തെന്നറിയാത്ത ഒരു പാപത്തെക്കുറിച്ച് അനുതാപം, വേദനയ്ക്കും ഈ വിശുദ്ധയുടെ ഉള്ളിൽ വരികയാണ്. അപ്പോ ഈ ആളുന്ന തീ ഉള്ളിൽ വന്നപ്പോ നമ്മൾ പറയില്ലേ, നമ്മള് മലങ്കര കുർബാനയ്ക്കും പറഞ്ഞിട്ടുണ്ട്, ഈ തീക്കട്ടയ്ക്ക് ഒത്ത വിധം നിങ്ങൾ ഇത് സ്വീകരിക്കും, ഇത് തീക്കട്ടയാണ്. സീറോ മലബാർ കുർബാനയിലും പറയുന്നത് തീക്കട്ടയാണ്, നിന്റെ നാവിലിരിക്കുന്ന ഒരു തീക്കട്ടയാണ്. ഈ തീക്കട്ടയുടെ അനുഭവം ഉണ്ടായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ കാതറിൻ ഓഫ് ജനോവ. എന്നിട്ട് പിന്നീട് ഇത് ആഴത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തുടങ്ങി. ഇനി വലിയ മാനസാന്തരക്ക് ഈ വിശുദ്ധയുടെ ഉള്ളിൽ വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദർശനം ഉണ്ടാകാണ് ഈ വിശുദ്ധയ്ക്ക്. ആത്മാക്കൾ പെർഗട്രിയിലെ വലിയ വേദനയിലാകുന്നു, പക്ഷേ അവർക്ക് സന്തോഷത്തോട് നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ ഒരു ദർശനം കാണാൻ ഈ ശുദ്ധീകരണത്തിൽ ഈ ആത്മാക്കൾ കിടന്ന് പെട്ടയുന്ന ഒരു വേദന അനുഭവം. എന്നാൽ ഇവരുടെ ഉള്ളില് മുഖത്ത് നല്ല സന്തോഷമുണ്ട്. വേദനയുണ്ടെങ്കിലും ഇവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് പറയാ, കാരണം അവർ പറഞ്ഞു, ഈ വിശുദ്ധിയോട് പറഞ്ഞു, ഈ തീ അവരെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ അഗ്നി കുണ്ഡം അല്ലെങ്കിൽ ഈ അഗ്നിയുടെ വേദന, ഈ സഹന സഭയിലെ തീ ഞങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന അവർ വിശ്വസിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പെർഗട്രിയിലെ ആത്മാക്കൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഞാനിപ്പോ നിൽക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്താണ്. എന്റെ മുന്നിലുള്ളത് സ്വർഗമാണെങ്കിൽ എനിക്കുള്ളൊരു സന്തോഷമില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ അഗ്നിയിൽ നിന്നാലും എന്റെ മുന്നിൽ ഒരു AC റൂമാണ്. നല്ല ചൂടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴും എനിക്കൊരു പ്രത്യേകതയുണ്ട്. ആ വാതിൽ തുറന്നാൽ നേരെ അങ്ങോട്ട് കിടന്ന AC-ലെത്തും. അപ്പൊ എന്റെ ഉള്ളിൽ നാളെ എത്തും, മറ്റന്ന് എത്തും. ഈ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം അത് നനയ്ക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ശരിക്കും അത് പറയുന്നത് ശുദ്ധീകരണത്തെ കുറിച്ചാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഈ പ്രത്യാശ നമുക്ക് നിരാശ നൽകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ പറയാണ്, അങ്ങനെ ഈ സ്വർഗം കണ്ടു ജീവിക്കുന്ന, അഗ്നിയിൽ നിൽക്കുമ്പോഴും സ്വർഗം എന്ന സ്നേഹത്തെ കാണുന്നവരാണ് ഈ വിശുദ്ധാത്മാക്കൾ. വിശുദ്ധയുടെ അനുഭവം സഭ പിന്നീട് അംഗീകരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെയാണ് സഭ വിളിച്ചിരിക്കുന്നത്, ദ തിയോളജിയൻ ഓഫ് ദ പെർഗട്രി. പെർഗട്രിയുടെ തത്വചിന്തക എന്നൊക്കെയും വിളിച്ച ഒരു വിശുദ്ധയാണ് നമ്മൾ കേട്ട വിശുദ്ധ കത്രീന ഓഫ് ജനോവ. ഈ വിശുദ്ധയാണ് സഭ പെർഗട്രിയിലെ തത്വചിന്തക അല്ലെങ്കിൽ തിയോളജിയൻ ഓഫ് ദ പെർഗട്രി എന്ന് വിളിക്കുന്നത്.